നമസ്കാരം. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. നഗരപ്രദേശങ്ങളിൽ കൃഷിരീതികൾ വ്യാപകമാക്കുന്നതിൻ്റെ ഭാഗമായി വെള്ളായണി സെൻറ്റർ ഫോർ അഗ്രികൾച്ചർ ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി ട്രാൻസ്ഫറിൻ്റെ ആഭിമുഖ്യത്തിൽ ടെറസ് ഫാമിങ്ങിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പരിശീലനത്തിൽ ടെറസിലെ കൃഷിരീതികൾ, കീടരോഗ നിയന്ത്രണം, ജലസേചന സംവിധാനങ്ങൾ, നൂതന കൃഷിരീതികളായ ഹൈഡ്രോപോണിക്സ് തുടങ്ങിയ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകുന്നു. മട്ടുപ്രാവ് കൃഷി എന്ന വിഷയത്തിൽ മാർച്ച് 13-ന് RITTC കഴക്കൂട്ടം, മാർച്ച് 17-ന് സി അച്യുതമേനോൻ ഫൗണ്ടേഷൻ പൂജപ്പുര എന്നിവിടങ്ങളിൽ വച്ച് പരിശീലനം നടത്തുന്നു. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും CAITT-വെള്ളായണി@KAU.in എന്ന ഇമെയിൽ വിലാസത്തിലോ 8891540778 എന്ന ഫോൺ നമ്പറിലോ 9 മണി മുതൽ 5 മണി വരെ ബന്ധപ്പെടാവുന്നതാണ്. കേരള വെറ്റിനറി യൂണിവേഴ്സിറ്റി ഗോട്ട് ആൻഡ് ഷീപ്പ് ഫാം മണ്ണുത്തിയിൽ വച്ച് ആഡ് ഫാമിംഗ് ഭാവിയുടെ ബിസിനസ്, നൂതന സാങ്കേതിക വിദ്യകളെയും രോഗപ്രതിരോധ മാർഗ്ഗങ്ങളെയും പരിചയപ്പെടുത്തുന്ന ഏകദിന പരിശീലനം മാർച്ച് 17-ന് രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ സംഘടിപ്പിക്കുന്നു. രജിസ്ട്രേഷനും കൂടുതൽ വിവരങ്ങൾക്കും 9477-76-219 എന്ന മൊബൈൽ നമ്പറിലോ 0487-296-1100 എന്ന ലാൻഡ് ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള അവസാന തീയതി മാർച്ച് 15 വൈകിട്ട് 5 മണി വരെ. കാർഷിക നിർദ്ദേശം: വേനൽക്കാലത്ത് മേൽമണ്ണ് ചെറുതായി ഇളക്കിയിടുന്നത് ബാഷ്പീകരണ തോത് കുറയ്ക്കാനും ജല ആഗിരണശേഷി വർദ്ധിപ്പിക്കുന്നതിനും സഹായിക്കും. വിളകൾക്ക് ജൈവ രീതിയിൽ പുതയിടുന്നത് വരൾച്ചയെ ഒരു പരിധിവരെ ചെറുക്കാനും സഹായകമാകും. വൃക്ഷത്തൈകൾ, പച്ചക്കറി തൈകൾ തുടങ്ങിയവയ്ക്ക് തെങ്ങോല ഉപയോഗിച്ചുള്ള തണൽ നൽകുക. റബ്ബർ, കവുങ്ങ്, തെങ്ങ് തുടങ്ങിയ വൃക്ഷവിളകളുടെ തായ്തടിയിൽ കുമ്മായം പൂശി സൂര്യാഘാതത്തിൽ നിന്നും സംരക്ഷിക്കുക. കാർഷിക വാർത്തകൾ സമാപിച്ചു.